തലസ്ഥാന നഗരിയുടെ പൈതൃകത്തിന്റെ ഭാഗമായ മാസ്കറ്റ് ഹോട്ടൽ ശതാബ്ദിയുടെ നിറവിലാണ്. 100ാം വാർഷികത്തിൽ ഹോട്ടലിന് പഞ്ചനക്ഷത്ര പദവി ലഭിക്കും. പൈതൃക സംരക്ഷണത്തിനും നവീകരണത്തിനുമായി 25 കോടിയുടെ പദ്ധതികളും നടപ്പാക്കും. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ് ഇന്നത്തെ മാസ്കറ്റ് ഹോട്ടൽ. യുദ്ധാനന്തരം ഇത് സൈനികരുടെ താമസ സ്ഥലമായി. 1934 സ്പെൻസർ ആൻഡ് കമ്പനിക്കും പിന്നീട് RVG മേനോൻ എന്ന വ്യക്തിക്കും പാട്ടത്തിന് നൽകി. 1965 KTDC മാസ്കറ്റ് ഹോട്ടൽ ഏറ്റെടുക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ മസ്കറ്റ് ഹോട്ടലിൽ നിരവധി പ്രമുഖർ വിരുന്നുകാരായി. ഹോട്ടലിന്റെ പൈതൃക തനിമ ചോരാത്ത തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് KTDC രൂപം നൽകിയിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദ്ധതി 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. നേരത്തെ തന്നെ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ എന്ന നിലയിൽ തന്നെ ഞങ്ങൾ അതിനെ കണ്ടിരുന്നു. ഇപ്പോൾ ഇതും കൂടെ വെച്ചുകൊണ്ട് പൂർണ്ണ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള അതിബൃഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് പൈതൃക സംരക്ഷണ പദ്ധതി എന്ന നിലയിൽ ഇതിന് തുടക്കം കുറിക്കും. ഇപ്പോൾ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കിട്ടിയതോടുകൂടി ഇനി അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കും കടക്കുന്നുണ്ട്. 100ാം വാർഷികാഘോഷം 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചുറ്റുവട്ടം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്കും ഡോക്ടർ ആസ്റ്ററിനും ശേഷം